അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ലെറ്റ് y equal to y of x be the solution of the differential equation 2 cos x dy by dx equal to sin 2x minus 4y sin x. If y of x 0 to pi by 2 ആണ്. If y of pi by 3 equal to 0 then y dash pi by 4 plus y of pi by 4 is equal to എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇക്വേഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ഫോമിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ സൊല്യൂഷനായിട്ട് കണ്ടെത്തണം. അപ്പോൾ ഇത് ഏത് ഫോമിലേക്ക് മാറും നോക്കാം. 2 cos x dy by dx equal to sin 2x minus 4y sin x. അപ്പോൾ dy by dx ഒറ്റക്കാക്കാൻ വേണ്ടിയിട്ട് ആ 2 cos xനെ അപ്പുറത്തേക്ക് കൊണ്ടുവരണം. minus 4y sin x by 2 cos x. ഇപ്പോൾ sin 2x എന്ന് പറഞ്ഞാൽ 2 sin x cos x ആണ്. sin 2x 2 sin x cos x ആണ്. by 2 cos x. അവിടെ ആ 4ഉം 2ഉം കൂടി ക്യാൻസൽ ആവും. sin by cos tan ആണ് minus 2y tan x. ആ 2y tan xനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു. ഇവിടെ cos x ഇതെല്ലാം ക്യാൻസൽ ചെയ്യാൽ ഈക്വൽ ടു sin x എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയി നിൽക്കുന്നത്. ഇത് കണ്ടാലറിയാം ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ലീനിയർ ആണ്. അപ്പോൾ ഇവിടെ p ഈസ് ഈക്വൽ ടു എന്താണ്? p ഈക്വൽ ടു 2 tan x, q ഈക്വൽ ടു sin x. p ഈക്വൽ ടു tan xും q ഈക്വൽ ടു sin xും. ലീനിയറിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുന്നു. ഇൻ്റഗ്രൽ e റേസ് ടു p dx. എക്സ്പൊണൻഷ്യൽ അതായത് ef ഈസ് ഈക്വൽ ടു e റേസ് ടു ഇൻ്റഗ്രൽ p dx. 2 tan x dx. 2 മാറ്റി വെച്ചാൽ ഇൻ്റഗ്രൽ tan x എന്ന് പറഞ്ഞാൽ ലോഗ് sec x ആണ്. അപ്പോൾ 2 ഇതിൻ്റെ പവർ ആവും. ലോഗും ഇയും കൂടിയും പോയിട്ട് sec സ്ക്വയർ എക്സ് എന്ന് കിട്ടും. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു sec സ്ക്വയർ എക്സ്. ലീനിയറിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചാൽ ഇനി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ്. q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ sec സ്ക്വയർ എക്സ് ആണ്. y ഇൻറ്റു sec സ്ക്വയർ എക്സ്. q sin x ആണ്. sec സ്ക്വയർ എക്സ് ഡി എക്സ്. ഇനി അവിടെ sec സ്ക്വയർ എക്സ് ഉണ്ട്. ആ sec സ്ക്വയർ എക്സിനെ ഞാൻ sin x ബൈ കോസ് സ്ക്വയർ എക്സ് എന്നെടുക്കുന്നു. sin x ബൈ കോസ് സ്ക്വയർ എക്സ് എന്നെടുക്കുന്നു. അത് ഇപ്പോൾ sec x tan x ആവും. അതിലൊരു sin x ബൈ കോസിനെ ടാൻ ആക്കി മറ്റേ കോസ് മേലെ വന്നപ്പോൾ sec x ആയി. അപ്പോൾ tan x sec x. sec xനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലല്ലേ sec x tan x കിട്ടുക. അപ്പോൾ ഇത് sec x ആവും. sec x പ്ലസ് c. അപ്പോൾ ഇൻ്റഗ്രൽ sec x tan x എന്ന് പറഞ്ഞാൽ sec x ആണ്. y sec സ്ക്വയർ എക്സ് ഈക്വൽ ടു sec x പ്ലസ് c. ഇതാണ് ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഇക്വേഷനായിട്ട് കിട്ടിയിട്ടുള്ളത്. y sec സ്ക്വയർ എക്സ് ഈക്വൽ ടു y sec സ്ക്വയർ എക്സ് ഈക്വൽ ടു sec x പ്ലസ് c. ഇനി നമുക്ക് വേണമെങ്കിൽ sec സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത് 1 ബൈ sec x പ്ലസ് c ബൈ sec സ്ക്വയർ എക്സ് ആവും. അപ്പോൾ y ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് c കോസ് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. y ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് c കോസ് സ്ക്വയർ എക്സ്. ഇനി തന്നിട്ടുള്ളത് y ഓഫ് പൈ ബൈ 3 0 ആണ്. c കാണാൻ വേണ്ടി തന്നിട്ടുള്ളത് y ഓഫ് പൈ ബൈ 3 0 ആണ്. അപ്പോൾ നമുക്കിവിടെ കൊടുക്കാം 0 ഈക്വൽ ടു എക്സിന് പൈ ബൈ 3 കൊടുക്കുന്നു. കോസ് പൈ ബൈ 3 പ്ലസ് c ഇൻറ്റു കോസ് സ്ക്വയർ ഓഫ് പൈ ബൈ 3. കോസ് പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ 1/2 c ഇൻറ്റു 1/4 വിച്ച് ഇംപ്ലൈസ് c ബൈ 4 ഈസ് ഈക്വൽ ടു മൈനസ് 1/2 c ഈക്വൽ ടു മൈനസ് 2. c ഈക്വൽ ടു മൈനസ് 2 ആണ്. അപ്പോൾ നമുക്ക് c ഈക്വൽ ടു മൈനസ് 2 എന്ന് കിട്ടി. അപ്പോൾ y ഈക്വൽ ടു കോസ് എക്സ് മൈനസ് 2 കോസ് സ്ക്വയർ എക്സ് ആണ്.
y ഈക്വൽ ടു കോസ് എക്സ് മൈനസ് 2 കോസ് സ്ക്വയർ എക്സ്. y ഈക്വൽ ടു കോസ് എക്സ് മൈനസ് 2 കോസ് സ്ക്വയർ എക്സ് ആണ്. ഇനി നമുക്ക് കാണേണ്ടത് y ഓഫ് പൈ ബൈ 4 പ്ലസ് y ഡാഷ് ഓഫ് പൈ ബൈ 4 ആണ്. അപ്പോൾ y ഡാഷ് എക്സ് ആദ്യം കാണണം. y ഡാഷ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് മൈനസ് 2 ഇൻറ്റു 2 കോസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ്. 2 കോസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ്. അപ്പോൾ y ഡാഷ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് പ്ലസ് 2 ഇൻറ്റു സൈൻ 2x. മൈനസ് സൈൻ എക്സ് പ്ലസ് 2 ഇൻറ്റു സൈൻ 2x ഇതാണ് y ഡാഷ്. മൈനസ് സൈൻ എക്സ് പ്ലസ് 2 ഇൻറ്റു സൈൻ 2x. അപ്പോൾ y അറിയാം, y ഡാഷ് അറിയാം. ഇതിൽ രണ്ടിനും നമ്മൾ എക്സിന് എന്ത് കൊടുക്കുന്നു? പൈ ബൈ 4 കൊടുക്കുന്നു. അപ്പോൾ ആൻസറായി. അപ്പോൾ ഇവിടെ കോസ് പൈ ബൈ 4 മൈനസ് 2 കോസ് സ്ക്വയർ പൈ ബൈ 4 പ്ലസ് മൈനസ് സൈൻ പൈ ബൈ 4 പ്ലസ് 2 സൈൻ പൈ ബൈ 2. ഇതാണ് ആൻസർ. 1/√2 മൈനസ് 2 ഇൻറ്റു 1/2 മൈനസ് 1/√2 പ്ലസ് 2. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായിട്ട് 2 മൈനസ് 1 ഈക്വൽ ടു 1 എന്ന് കിട്ടും. 1 ആണ് നമ്മുടെ ആൻസർ. ഇൻറ്റിജർ ടൈപ്പ് ആണ്. അപ്പോൾ ഈക്വൽ ടു 1 ആണ് ആൻസർ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയറിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ പേപ്പറിൽ. 1 ആണ് അതിൻ്റെ ആൻസർ.